ഹായ്, വെൽക്കം ബാക്ക് ടു സെർമോ ഷോട്ട്സ്. വെൽക്കം ബാക്ക്. അപ്പം നമ്മൾ രണ്ടാമത്തെ ട്രിപ്പുമായിട്ട് വന്നേക്കുവാണ്. അടുത്ത ആളുടെ ബർത്ത്ഡേ പ്രമാണിച്ച് നമ്മൾ സ്വന്തം ബിൽജി. സോ വി ആർ ഗോയിങ് ടു നമ്മളിപ്പോൾ ഒരു ബിൽജിയുടെ ബർത്ത്ഡേ സൺഡേ ആണ്, ഇന്നിപ്പോൾ ഫ്രൈഡേ ആണ്. നമ്മളിപ്പോൾ ഗിഫ്റ്റ് വാങ്ങാൻ പോവുകയാണ്. നമുക്കൊരു 650ക്കാണ് ട്രെയിൻ. നമ്മൾ ഇന്നലെ തത്കാലം എടുത്തു. ഒരാൾക്കൊരു 500 അറൗണ്ട് ആയിട്ടുള്ളൂ. ഇപ്പം ഞങ്ങൾക്ക് കറക്റ്റ് 650 ആണ് ട്രെയിൻ. അപ്പം ഒരു 5-ൽ ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങണം. ഇപ്പോൾ ടൈം 4:30. ഹാഫ് ആൻ അവർ ഞങ്ങൾ ഗിഫ്റ്റ് വാങ്ങിച്ച് ഊബർ ബുക്ക് ചെയ്യണം. സോ നമുക്ക് പെട്ടെന്ന് പോയി ഗിഫ്റ്റ് വാങ്ങിച്ചു. ഹോപ്പ്ഫുള്ളി എല്ലാം സമയത്ത് നടക്കും ഈ പ്രാവശ്യം. അപ്പോൾ നമ്മൾ ഗിഫ്റ്റൊക്കെ മേടിച്ചു, എല്ലാം പൊതിഞ്ഞ് നല്ല വൃത്തിക്ക് വെച്ചിട്ടുണ്ട്. ഇപ്പം ഞങ്ങൾ നേരെ റെയിൽവേ സ്റ്റേഷനിൽ പോവുക. ബിൽജി നേരെ മെട്രോയിൽ നിന്ന് കയറി ജോൺസിൽ നിന്ന് അവിടെ എത്തും. അപ്പം അവിടെ ചെന്ന് മീറ്റ് ചെയ്യാം. ബിൽജി സമയം കാണിച്ചേ. എന്ത് തോന്നുന്നു? ജീവിതത്തിൽ ആദ്യമായിട്ട് റെയിൽ ട്രെയിനിൽ ഓടാതെ നടന്ന് വരുന്നു. ഓ, അച്ചീവ്മെന്റ്. പ്രൗഡ് ഓഫ് യു ഗൈസ്. അപ്പം ഞങ്ങൾ രാവിലെ ഗോകർണ എത്തി. ഞങ്ങൾക്ക് നിൽക്കാനുള്ള സ്ഥലമോ ഞങ്ങൾക്ക് റെൻ്റൽ ബൈക്ക് ഒന്നും കിട്ടിയില്ല. അപ്പോൾ കുറേ അലഞ്ഞു, കുറേ വെയിൽ, കുറേ ചൂട്, ഞങ്ങൾക്കൊന്നും താങ്ങാൻ പറ്റാതെ ഇപ്പം ഒരു സ്ഥലം കിട്ടി. ബട്ട് റെൻ്റൽ ബൈക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല, അത് എടുക്കണമെന്നുള്ള ആലോചന. പിന്നെ വേറൊരു കാര്യം, ഇവിടെ 800 ആവുമല്ലോ റെൻ്റൽ ബൈക്കിന്. 800 ആണ് പെർ ഡേ. ഭയങ്കര പെർ ഡേ അല്ല, 24 hours ആണ്. പക്ഷെ ഞങ്ങൾക്ക് 24 hours അല്ല, അത് നാളെ വൈകുന്നേരം വരെ വേണം. അപ്പോൾ അതൊരു 2 days ആയിട്ട് കൂട്ടും. അപ്പോൾ ഞങ്ങൾക്ക് ഒട്ടും അഫോർഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞങ്ങൾ കുറച്ചും കൂടി ചീപ്പായിട്ട് തപ്പി നടക്കുവാണ്, ഇതുവരെ കിട്ടിയിട്ടില്ല. അപ്പോൾ ബിൽജി ഫ്രഷ് ആവുന്ന സമയത്ത് ഞങ്ങൾ ചെറിയൊരു കോഫി കുടിച്ച് ഫ്രഷ് ആവുന്ന നോക്കും. എല്ലാവരും ഭയങ്കര ടയേർഡാണ്. ഒരു ഫ്രഷ് ആയിട്ട് മനസ്സിലാകുന്നുണ്ടായിരിക്കും. അങ്ങനെ നമ്മളെല്ലാവരും റെഡിയായി ബീച്ചിൽ പോകാൻ നിൽക്കുക. ഏത് ബീച്ചാന്ന് തീരുമാനിച്ചിട്ടില്ല. വെയിൽ കുറച്ച് കുറവുണ്ട്, ഇപ്പൊ നടക്കാനൊക്കെ പുതിയ പാടില്ലാന്ന് വിശ്വസിക്കുന്നു. ഞങ്ങൾ എത്തി. നല്ല വെയിൽ കാരണം കിറങ്ങി ഉറങ്ങിപ്പോയിരുന്നു. ഒരു 2 മണിക്കൂർ ബ്രേക്ക്ഫാസ്റ്റ് വെച്ച് കിടന്ന് ഉറക്കുമായിരുന്നു. ഇനി ബീച്ചിൽ അത്ര വെയിലില്ലാത്തതുകൊണ്ട് ഇനിയിപ്പോ കംഫർട്ടബിൾ ആയിട്ട് പോയിരിക്കാം. എല്ലാരും ഏത് ചെരുപ്പായിരുന്നു? ഇതിട്ടോ ഇന്നും നീ ചോദിച്ചില്ലേ ഏതിനാ സ്റ്റുഡിയോ പോയെന്ന്? നീ പറഞ്ഞില്ലേ നിന്നെ വിളിച്ചില്ല. ഇവര് ചെരുപ്പ് വാങ്ങാൻ പോയ എന്നെ വിളിച്ചില്ല. ഞാൻ ചെരുപ്പ് വാങ്ങിയിരുന്നു. നമ്മളിപ്പോ കുഡ്ലു ബീച്ചിൽ വന്നിങ്ങനെ ഈ വ്യൂവില് ചില്ല് ചെയ്ത് നിൽക്കുകയാണ്. സോറി.
ടെസ്റ്റിംഗ് ആണ്. ജി ഉണ്ടാക്കി പോയല്ലോ. കിട്ടുന്നുണ്ടോ? ആ കറക്റ്റ് ഗോകർണ. Thanks for the masala dosha. Thank you. It was really good. Thank you. Bye. Bye. See you next season. You'll watch, right? Yeah, I will subscribe. We also have an Instagram page. You will be there in the video. Yeah. Really? Yeah. I've subscribed. You're making video. Yeah. Bye. Bye. ബീച്ചിൽ ഇങ്ങനെ ഒരു ഷാക്കിലിരുന്ന് എൻജോയ് ചെയ്യാണ്. ഇതാണ് വ്യൂ ഭയങ്കര അടിപൊളി. ഫിഷ് കറി ഉണ്ട്, ഫിഷ് ഫ്രൈ ഉണ്ട്, ചപ്പാത്തി ഉണ്ട്. നമ്മളിപ്പോ ഫിഷ് താലി കഴിക്കാൻ പോവാണ്. അടിപൊളി. അപ്പൊ നിന്റെ ഗോകർണ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. വിചാരിച്ചേക്കാളും അടിപൊളിയായിരുന്നു. ഫുഡും വെതർ എല്ലാം അടിപൊളിയായിരുന്നു. ബെസ്റ്റ് പാർട്ട് ഈ ഷാക്ക്, ഇവിടുത്തെ ഫുഡ്, ഈ കാം അറ്റ്മോസ്ഫിയർ. ഓക്കെ, നിന്റെ ബെസ്റ്റ് പാർട്ട് എന്താ? എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ജൂഹി പറഞ്ഞ പോലെ ഈ ഷാക്ക്, ഈ ഓഷ്യൻ വേവ്സ്, ഇവിടെ ഉറങ്ങി കിടക്കുന്ന ഡോഗ്സ്, ഫുഡ്, ഫിഷ് താലി. അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. എനിക്ക് പറ്റുവാണെങ്കിൽ ഞാൻ ഇനിയും വരും, ഇനി കുറച്ചുകൂടെ വരും. നമ്മളെല്ലാരും കൂടി അവിടെ മഡ് കേക്കൊക്കെ ഉണ്ടാക്കി അവിടെ ഇങ്ങനെ നടന്നത്, രാത്രിത്തെ എക്സ്പീരിയൻസ്. ഇന്നത്തെ ഫിഷ് താലിയാണ് എൻ്റെ ബെസ്റ്റ് പാർട്ട് ഓഫ് ഗോകർണ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അത് അടിപൊളിയായിരുന്നു. ഞാനും ഈ പറഞ്ഞ പോലെ വീണ്ടും വരും. ഭയങ്കര ചൂടാണെങ്കിലും ഗോകർണ എന്തോ സംതിങ്, ഗോകർണ ഹാവ് സംതിങ്. അങ്ങനെ ഒരു മാസം മുമ്പ് പ്ലാനിട്ട് തുടങ്ങിയതാണ് ഗോകർണ എന്ന് പറഞ്ഞ്. അന്ന് ടിക്കറ്റ് നോക്കിയപ്പോൾ വെയിറ്റിംഗ് ലിസ്റ്റ് ആയതുകൊണ്ട് പിന്നെ ബുക്ക് ചെയ്തില്ല. ലാസ്റ്റ് തത്കാൽ ടിക്കറ്റ് എടുത്തു തന്ന എൻ്റെ ഒരു കൊളീഗാണ് ചരൺ. ഇപ്പോൾ ഞാൻ ഒരു ബിഗ് താങ്ക്സ് പറയാം. ഞങ്ങൾ പോണ്ടിച്ചേരി പോയപ്പോഴും ടിക്കറ്റ് ഇതുപോലെ ലാസ്റ്റ് മൊമെൻറ്റിൽ തത്കാൽ ടിക്കറ്റ് എടുത്തു തന്ന ചരണായിരുന്നു. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു സ്പെഷ്യൽ താങ്ക്സ് ടു ചരൺ. എനിക്ക് ഇതുവരെ എല്ലാ ടിക്കറ്റും ബുക്ക് ചെയ്ത് തന്നു. ഇപ്പോൾ ഞങ്ങൾക്ക് റിട്ടേൺ ടിക്കറ്റും എടുത്തു തന്ന ചരണായിരുന്നു. അങ്ങനെ മൊത്തത്തിൽ ഇപ്പോൾ ഗോകർണ വൈൻഡപ്പ് ചെയ്യുവാണ്. നമ്മൾ തിരിച്ച് ഗോകർണയിൽ പോവുകയാണല്ലേ. പക്ഷെ ഉറപ്പറ്റിച്ച് വീണ്ടും വരും. ഇത് അവസാനത്തെ യാത്രയൊന്നുമല്ല. ഞാൻ എല്ലാവർക്കും ഈ സ്ഥലം റെക്കമെൻഡ് ചെയ്യും. എല്ലാവർക്കും ഇഷ്ടപ്പെടും ഉറപ്പാ. ഗോകർണ ഇസ് ക്ലോസ് ടു ഹാർട്ട് അല്ലേ? ഒരു നല്ല സൺസെറ്റ് ഉണ്ടായിരുന്നു അവിടെ. അത് കാണിക്കുന്നു. എല്ലാം കണ്ടു കഴിഞ്ഞു. പോയി.